പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ 2 യൂണിറ്റുകൾ കഴിഞ്ഞു. മൂന്നാമത്തെ യൂണിറ്റ് കെയർ ഫോർ ദ മോറോ എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മൂന്നാമത്തെ യൂണിറ്റ് ശരിക്കും നേച്ചറിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം, പ്രകൃതിയെ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് എങ്ങനെ ജീവിക്കാം, പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ എങ്ങനെ മുമ്പോട്ട് പോവാം, പ്രകൃതിയുടെ സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ മനുഷ്യൻ പ്രകൃതിയോട് ഒത്തു ജീവിക്കുന്നതിനെ കുറിച്ചും എല്ലാമുള്ള ഒരു യൂണിറ്റാണ് 3rd യൂണിറ്റ്. അപ്പൊ നമുക്ക് അതിലെ ഫസ്റ്റ് സോങ് ആയ ആദ്യത്തെ ഒരു പോയമാണ് ഖലീൽ ജിബ്രാന്റെ പോയം സോങ് ഓഫ് എ റെയിൻ. ആ പോയം നമുക്കൊന്ന് നോക്കാം. So Khalil Gibran is the author. Khalil Gibran was born on January 6th, 1883 and he was there till April 10th, 1931. 1931 വരെ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു ഖലീൽ ജിബ്രാൻ. Was a Lebanese American artist poet. അപ്പൊ Lebanese American കവിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം ഒരു റൈറ്ററും ഒരു ഫിലോസഫറുമായിരുന്നു. He was born in a town of ബഷറി in the north of modern day Lebanon. ലെബനൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത്. As a young man, he immigrated with his family to the United States. വളരെ ചെറുപ്പകാലത്ത് തന്നെ തന്റെ ചെറുപ്പകാലത്ത് തന്നെ ഇദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക്, അതായത് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങോട്ട് കുടിയേറി പാർക്കുകയുണ്ടായി. where he studied art and began his literary career. അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ സാഹിത്യ അഭിരുചി തിരിച്ചറിഞ്ഞതും സാഹിത്യത്തിലേക്ക് തിരിഞ്ഞതും. റൈറ്റിംഗ് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് അറബിക്, അറബിയിലും ഇംഗ്ലീഷിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മേജർ വർക്ക്സ് ആർ ദ പ്രൊഫറ്റ് ആൻഡ് ദ ബ്രോക്കൺ വിങ്സ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും പ്രവാചകൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകം. അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം ഖലീൽ ജിബ്രാന്റെ. മറ്റൊരു പുസ്തകമാണ് ബ്രോക്കൺ വിങ്സ്. അപ്പൊ ഇദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കുന്നതിനായിട്ടുള്ളത്. Earth is blessed with air, water and other resources for our life. നമുക്കറിയാം പഞ്ചഭൂതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഭൂമി ഇതുകൊണ്ടെല്ലാം അനുഗ്രഹീതമാണ്. എന്തുകൊണ്ട്? എയർ, വായു, വെള്ളം, അതുപോലെ മറ്റ് കാര്യങ്ങൾ. The beauty of our planet lies in its fascinating and wonderful elements like the wind, rain, seasons. അപ്പൊ കാറ്റും മഴയും മാറി മാറി വരുന്ന കാലങ്ങളും എല്ലാമാണ് നമ്മുടെ ഈ ഭൂമി എന്ന ഈ പ്ലാനറ്റിനെ, ഈ ഗ്രഹത്തെ വളരെയധികം മനോഹരമാക്കി തീർക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ വളരെയധികം ആവശ്യമായ, അല്ലെങ്കിൽ വളരെ നന്നായി തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു നേച്ചർ പോയമാണിത്. മഴ തന്നെ നമ്മളോട് സംസാരിക്കുകയാണ്. മഴയെക്കുറിച്ച് നമ്മളോട് പറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത്. ഖലീൽ ജിബ്രാന്റെ സോങ് ഓഫ് ദ റെയിൻ. I am dotted silver threads dropped from heaven by the gods. Nature then takes me to adorn her fields and valleys. I am dotted silver threads. മഴ പറയാണ്. ഞാൻ കഥ പറയുകയാണ് എന്റെ. I am dotted silver threads. അതായത് മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വിട്ടുള്ള തുള്ളികൾ പോലെയാണ് മഴ താഴേക്ക് പതിക്കുന്നത്. അതിനെയാണ് ഡോട്ടായിട്ട് കിടക്കുന്ന വെള്ളി നൂലുകൾ പോലെ ഖലീൽ ജിബ്രാൻ ഉപമിച്ചിരിക്കുകയാണ് മഴയെ ഇവിടെ. ഡ്രോപ്ഡ് ഫ്രം ഹെവൻ. ആ വെള്ളി നൂലുകൾ എവിടുന്നാ വീഴുന്നത്? ഹെവൻ, സ്വർഗത്തിൽ നിന്ന് വീഴുന്ന വെള്ളി നൂലുകളാണ് ഈ മഴ. By the gods. Nature then takes me to adorn her fields and valleys. എന്നിട്ട് പ്രകൃതി എന്ത് ചെയ്യും? ഈ പെയ്യുന്ന മഴയെ കൊണ്ട് പ്രകൃതി അതിന്റെ ഫീൽഡ്സ് ആൻഡ് വാലീസ്, ഇവിടുത്തെ വരമ്പുകളും പാടങ്ങളും താഴ്വരകളും എല്ലാം അലങ്കരിക്കുന്നതിനായി പ്രകൃതി ഇതിനെ ഉപയോഗിക്കുന്നു. ഏതിനെ? ഈ ഡോട്ടഡ് സിൽവർ ത്രെഡ്സിനെ, ഈ വെള്ളി നൂലുകളെ ഉപയോഗിച്ച് പ്രകൃതി അതിന്റെ പാടങ്ങളെയും അതുപോലെ താഴ്വാരങ്ങളെയും എല്ലാം മനോഹരമാക്കുന്നു. I am beautiful pearls plucked from the crown of Ishtar. ഇനി ഇഷ്താർ ദേവന്റെ ആ കിരീടത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട പേൾസ്, അല്ലെങ്കിൽ ആ മുത്തുകളാണ് ഞാൻ. ആരാ പറിച്ചെടുത്തത്? ബൈ ദ ഡോട്ടർ ഓഫ് ഡോൺ ടു എംബലിഷ് ദ ഗാർഡൻസ്. അത് സത്യത്തിൽ ഈ മഴത്തുള്ളികൾ, മഞ്ഞുതുള്ളികൾ വീണ്, നമുക്ക് രാവിലെയൊക്കെ കാണാലോ ഓരോ പുൽനാമ്പിലും ഇരിക്കുന്ന മഞ്ഞുതുള്ളികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ മഞ്ഞുതുള്ളികളെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു ബ്യൂട്ടിഫുൾ പേൾ ആണ്, ഞാനൊരു മുത്താണെന്നാണ് റെയിൻ പറയുന്നത്. എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ഇഷ്താർ ദേവന്റെ കിരീടത്തിൽ നിന്ന് ഡോട്ടർ ഓഫ് ഡോൺ, പ്രഭാതത്തിന്റെ പുത്രി, എന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു എംബലിഷ് ദ ഗാർഡൻസ്, ടു ഡെക്കറേറ്റ് ദ ഗാർഡൻസ്. ഈ പ്രകൃതിയിലുള്ള ഗാർഡൻസിനെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട്. അതായത് ഓരോ മഞ്ഞുതുള്ളി ഇരിക്കുമ്പോഴും അതൊരു ഭംഗി തന്നെയാണ്. വെൻ ഐ ക്രൈ ദ ഹിൽസ് ലാഫ്. വെൻ ഐ ക്രൈ എന്ന് പറഞ്ഞാൽ വളരെ ഉറക്കെ കരയുക എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ എന്നർത്ഥം. ശക്തമായ മഴ പെയ്യുമ്പോൾ ഹിൽസ് ലാഫ്, അന്നേരമാണ് കുന്നുകൾ സന്തോഷിക്കുന്നത്. കാരണം കുന്നുകളിൽ അന്നേരമാണ് കൂടുതൽ വെള്ളം ഇറങ്ങിയാൽ മാത്രമാണ് അവിടുന്ന് അരുവികളായിട്ട് വന്ന് പുഴകളായിട്ടും പുഴകൾ കടലിലേക്കും ഒക്കെ പോകുന്നത്. അപ്പൊ ആ വെള്ളത്തിന്റെ സ്രോതസ്സിന്റെ വരവറിയിക്കുന്ന ആ ക്രൈ, ആ അലറി കരയുന്ന അവസ്ഥ, അതാണ് കുന്നുകൾക്ക് ഇഷ്ടം. വെൻ ഐ ഹംബിൾ മൈസെൽഫ്. ഇനി ഞാൻ കുറച്ചൊന്ന് കുറയുമ്പോൾ, എന്റെ ശക്തി കൊട്ടൊന്ന് കുറയുമ്പോൾ ആർക്കാ ഇഷ്ടപ്പെടുന്നത്? ദ ഫ്ലവേഴ്സ് റിജോയ്സ്. പൂക്കൾക്ക് സന്തോഷമാവും. കാരണം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് തിരിച്ചറിയാൻ സാധിക്കും. കാരണം
കുന്നുകൾക്ക് കിട്ടുന്ന അത്രയും ശക്തമായ മഴ പൂക്കളിലേക്ക് വീണ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? പൂക്കളെല്ലാം പെട്ടെന്ന് ചിതറിപ്പോവും. അപ്പൊ അവർക്ക് ഇഷ്ടം എങ്ങനത്തെ മഴയാ? വളരെ ചെറിയ ചാറ്റൽ മഴയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ഹംബിൾ ചെയ്യുമ്പോൾ പൂക്കൾക്ക് ഇഷ്ടമാണ്. വെൻ ഐ ബോ ഓൾ തിങ്സ് ആർ ഇലേറ്റഡ്. ഇലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നാണ് ഇവിടെ അർത്ഥം. വെൻ ഐ ബോ അതായത് മഴ നിൽക്കുമ്പോൾ, മഴയുടെ ആ ശക്തിയെല്ലാം കുറഞ്ഞ് മഴ തീരുന്ന ആ അവസ്ഥ എത്തുമ്പം ഓൾ തിങ്സ് ആർ ഇലേറ്റഡ്. ബോ എന്ന് പറഞ്ഞാൽ മഴ പറയുന്നത് ഞാൻ സ്വയം പിൻവാങ്ങുന്ന അവസ്ഥയിൽ. മഴ പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ മഴ മാറുന്ന അവസ്ഥയിൽ. ഓൾ തിങ്സ് ആർ റിലേറ്റഡ്. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും സന്തോഷിക്കുന്നു എന്നാണ് നമ്മുടെ കവി അദ്ദേഹത്തിന്റെ ഭാഷയിൽ നമ്മളോട് പറയുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാണാം. ഇത് നിങ്ങൾക്ക് മറ്റേ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ദ പോയം സോങ് ഓഫ് ദ റെയിൻ ബൈ ഖലീൽ ജിബ്രാൻ ഇസ് എൻ ഓട്ടോബയോഗ്രഫി ഓഫ് റെയിൻ. മഴ തന്റെ ആത്മകഥ പറയുന്നതായിട്ടാണ് ഈ കവിത. സ്പീക്കർ ഓഫ് ദ പോയം ഇസ് റെയിൻ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ടെൽസ് ഇറ്റ്സ് ഓൺ സ്റ്റോറി ഫ്രം ദ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്ടീവ്. ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്ടീവ്, അതായത് ഐ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന രീതിയിൽ നിന്നിട്ടാണ് മഴ നമ്മളോട് സംസാരിക്കുകയാണ്. ദ സ്പീക്കർ ഓഫ് ദ പോയം എന്ന് പറഞ്ഞ സത്യത്തിൽ ഇവിടെ റെയിൻ ആണ്. The beauty of the rain and blessings and benefits it brings to the earth and nature are the theme of the poem. ഇതിന്റെ തീം എന്തൊക്കെയാണ്? ബ്യൂട്ടി ഓഫ് ദ റെയിൻ, ബ്ലെസ്സിങ്സ്, ബെനിഫിറ്റ്സ്, ഇതെല്ലാം ബെനിഫിറ്റ്സ് ഇറ്റ് ബ്രിങ് ടു ദ എർത്ത്, ഇതെല്ലാം ഇതിന്റെ തീംസ് ആണ്. The rain says that it is a dotted silver thread sent by gods from heaven. Nature takes it to decorate the fields and valleys. The rain again says that it is beautiful pearls plucked from the daughter of dawn from the crown of Ishtar to beautify the gardens. When the rain comes down, the hills laugh, the flowers rejoice, and all things are extremely happy. ഇവിടെ ഞാൻ ആ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കൂടുതലൊന്നും പറയുന്നില്ല. അപ്രീസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ആദ്യത്തെ പാരഗ്രാഫിൽ കവിത എഴുതിയ ആളും കവിതയുടെ പേരും അതിന്റെ തീംസും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ടിരിക്കുന്നത്. പിന്നെ ആ ഫസ്റ്റ് 3 പാരഗ്രാഫുകളുടെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും പരീക്ഷയ്ക്ക് അപ്രീസിയേഷൻ ഒക്കെ വരുമ്പോൾ ഇതുപോലെ വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് കവിതയുടെ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ദ ഫീൽഡ് ആൻഡ് ദ ക്ലൗഡ് ആർ ലവേഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദം ഐ എം എ മെസഞ്ചർ ഓഫ് മേഴ്സി. ഐ ക്വെൻച്ച് ദ തേഴ്സ്റ്റ് ഓഫ് വൺ, ഐ ക്യൂർ ദ എയിൽമെന്റ് ഓഫ് ദ അതർ. ഇനി നോക്കിക്കേ, ഇനി മഴ പറയുന്നത് ഫീൽഡും ക്ലൗഡും, അതായത് നമ്മുടെ പാടങ്ങളും നമ്മുടെ നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ ക്ലൗഡ് ആരാ? മഴമേഘങ്ങൾ. ഇവർ രണ്ടുപേരും ലവേഴ്സ് ആണെന്നാ പറയുന്നത്. ഇവര് കാമുകന്മാരാണ്. ആൻഡ് ബിറ്റ്വീൻ ദം ഐ എം ദ മെസഞ്ചർ ഓഫ് മേഴ്സി. ഇതിനിടയിൽ, അതായത് ഈ കാർമേഘങ്ങളും പാടശേഖരങ്ങളും, ഇവർ രണ്ടുപേരുമാണ് ലവേഴ്സ്. ഈ ലവേഴ്സിന്റെ ഇടയിൽ മെസ്സേജുമായിട്ട് പോകുന്ന ആളാരാ? ഹംസമാരാ? ഈ ഹംസമാണ് ഈ റെയിൻ. ഐ ക്വെൻച്ച് ദ തേഴ്സ്റ്റ് ഓഫ് വൺ, ഐ ക്യൂർ ദ എയിൽമെന്റ് ഓഫ് അതർ. അപ്പൊ പറയാണ്, ഒരാളുടെ ദാഹത്തെ ഞാൻ ശമിപ്പിക്കുന്നു, മറ്റേയാളുടെ വേദനയെ ഞാൻ ഒഴിവാക്കി കൊടുക്കുന്നു. അപ്പൊ അത് നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ഐ ക്വെൻച്ച് ദ തേഴ്സ്റ്റ് ഓഫ് വൺ, അതായത് പാടങ്ങളെല്ലാം വറ്റി വരണ്ട് കിടക്കുമ്പോൾ ദാഹിച്ചു കിടക്കുകയാണ്. ആ ദാഹത്തെ ശമിപ്പിക്കാൻ ആര് വരണം? ഈ മെസഞ്ചർ ഓഫ് മേഴ്സി, ഈ കരുണയുടെ ഈ മെസഞ്ചർ വരണം. മെസഞ്ചർ ആരാ? റെയിനാണ്. അപ്പൊ ഈ മെസഞ്ചർ താഴേക്ക് വന്ന് നമ്മുടെ പാടശേഖരങ്ങളുടെ ആ ഒരു ദാഹത്തെ ശമിപ്പിക്കുന്നു. ഈ ദാഹത്തെ ശമിപ്പിക്കുന്ന അതേ സമയം തന്നെ ഐ ക്യൂർ ദ എയിൽമെന്റ് ഓഫ് ദ അതർ. അതർ ആരാ? മറ്റേയാളാരാ? മുകളിൽ നിൽക്കുന്ന ആള് കാർമേഘമാണ്. അപ്പൊ ആ കാർമേഘത്തിന്റെ ആ വേദന, അതായത് ഈ വിങ്ങിയിരിക്കുകയായിരുന്നു ആ കാർമേഘം ആകെ, ഈ മഴയെ മുഴുവൻ വഹിച്ചുകൊണ്ട് വിങ്ങിയിരുന്ന ആ കാർമേഘത്തിന്റെ ആ വേദനയെ കുറയ്ക്കുന്നതിന് വേണ്ടി, ആ വിങ്ങൽ മാറ്റുന്നതിന് വേണ്ടി മഴയായി ഞാൻ പെയ്യും. അതാണ് ഐ ക്യൂർ ദ എയിൽമെന്റ് ഓഫ് ദ അതർ. ഒരാളുടെ എയിൽമെന്റ്, വേദനയെ ഞാൻ ശമിപ്പിക്കും, മറ്റേയാളുടെ ദാഹത്തെയും ഞാൻ ശമിപ്പിക്കും. അപ്പൊ ഇവർ ലവേഴ്സാണ്. ആര്? ഫീൽഡും ക്ലൗഡും ലവേഴ്സാണ്. ഇതിന്റെ ഇടയിലുള്ള ഈ മെസഞ്ചർ ഓഫ് മേഴ്സി, കരുണയുടെ ഈ മെസഞ്ചർ, അതാണ് റെയിൻ. ആ റെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് റെയിൻ നമ്മളോട് പറയുന്നത്. The voice of thunder declares my arrival. The rainbow announces my departure. I am like earthly life which begins at the feet of the mad elements and ends under the upraised wings of death. ഇനി റെയിനിനെ കുറിച്ച് പറയുകയാണ്. The voice of thunder. റെയിൻ എങ്ങനെയാ വരുന്നത്? The voice of thunder declares my arrival. ഞാൻ എന്റെ വരവ് അറിയിക്കുന്നത് എന്താ? തണ്ടറാണ്, ഇടിമുഴക്കമാണ്. The rainbow announces my departure. ഇനിയോ, ഞാൻ പിൻവലിഞ്ഞു കഴിയുമ്പം, ഞാൻ പിൻവാങ്ങി കഴിയുമ്പോൾ ആര് വരും? നല്ല സുന്ദരമായ മഴമേഘങ്ങൾ, അല്ല സോറി, റെയിൻബോ കാണുമ്പോൾ മഴ അവിടെ നിന്ന് കഴിഞ്ഞു. അപ്പൊ എന്റെ അറൈവൽ, ഞാൻ വരുന്നു എന്നറിയാം, എന്റെ വരവറിയിക്കുന്നത് തണ്ടർ അല്ലെങ്കിൽ ഇടിമുഴക്കമാണെങ്കിൽ, എന്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ എന്റെ വിടവാങ്ങൽ അറിയിക്കുന്നത് റെയിൻബോ ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് എന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ. ഐ എം ലൈക്ക് ഏർത്ത്ലി ലൈഫ്. ഏർത്ത്ലി ലൈഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭൂമിയിലുള്ള ജീവിതം പോലെ തന്നെ തുടക്കവും ഒടുക്കവും ഉള്ള ആളാണ് ഞാൻ. വിച്ച് ബിഗിൻസ് അറ്റ് ദ ഫീറ്റ് ഓഫ് മാഡ് എലമെന്റ്സ്. മാഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചഭൂതങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ ഉണ്ടാകുന്നു. ആൻഡ് എൻഡ്സ് അറ്റ് ദ അപ്രൈസ്ഡ് വിങ്സ് ഓഫ് ഡെത്ത്. അങ്ങനെ എന്താ? ഡെത്തിന്റെ ആ മരണത്തിന്റെ ചിറകുകളിൽ ഞാൻ തീർന്നു പോകുന്നു. അപ്പൊ മരണവുമുണ്ട്, എനിക്ക് മരണവുമുണ്ട്, അതുപോലെ തന്നെ ജനനവുമുണ്ട്. ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. മഴയുടെ ജനനവും മരണവുമാണ് ഇനി പറയുന്നത്.
ഐ എമേർജ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ സീ. ഞാൻ എവിടെന്നാ വരുന്നത്? ആഴക്കടലിന്റെ അല്ലെങ്കിൽ കടലിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ എമേർജ് ചെയ്ത് വരുന്നത്, ഞാൻ ജനിച്ചു വരുന്നത്. സോർ വിത്ത് ദ ബ്രീസ്, ഞാൻ കാറ്റിനോടൊപ്പം സഞ്ചരിക്കും. വെൻ ഐ സീ എ ഫീൽഡ് ഇൻ നീഡ് ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ് ദ ഫ്ലാസ്. അപ്പൊ ഞാൻ കടലിൽ നിന്ന് ഉയർന്നു പോകും. അതായത് ഇവാപറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള ഇവാപറേഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? നീരാവിയായി കടലിലെ വെള്ളം ഹീറ്റ് കൊണ്ട് നീരാവിയായിട്ട് കടലിലെ വെള്ളം മുകളിലേക്ക് പോകുന്നു. അതവിടെ കണ്ടൻസ് ചെയ്യപ്പെടുന്നു. കണ്ടൻസ് ചെയ്യപ്പെടുന്നത് ഉറഞ്ഞു നിൽക്കുകയാണ്. ആ ഉറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ കാർമേഘമാവുകയും പിന്നെ കാർമേഘം സഞ്ചരിക്കുന്നതാണ് സോർ വിത്ത് ദ ബ്രീസ്. കാറ്റിനോടൊപ്പം ഈ കാർമേഘം സഞ്ചരിക്കും. വെൻ ഐ സീ എ ഫീൽഡ് ഇൻ നീഡ്, ഈ കാർമേഘം സഞ്ചരിച്ച് എന്നെ ആവശ്യമുള്ള അല്ലെങ്കിൽ വെള്ളം ആവശ്യമുള്ള, ജലം ആവശ്യമുള്ള ഫീൽഡ്, പാടവരമ്പുകൾ കാണുമ്പോൾ എന്ത് ചെയ്യും? ഐ ഡിസെൻഡ്, ഞാൻ താഴേക്ക് പതിക്കും. എന്തായിട്ട്? മഴയായിട്ട് താഴേക്ക് പതിക്കും. ആൻഡ് എംബ്രേസ് ദ ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ്, ഞാൻ പുണരുകയാണ്. ആരെയാ പുണരുന്നത്? ഫ്ലാസ് അവിടെ നിൽക്കുന്ന എല്ലാ പൂക്കളെയും ഞാൻ പുണരുന്നു. ആൻഡ് ട്രീസ്, മരങ്ങളെ ഞാൻ പുണരുന്നു. ഇൻ ലിറ്റിൽ വേസ് ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് എന്റെ ആ സോഫ്റ്റ് ഫിംഗേഴ്സ് കൊണ്ട് ഈ പൂക്കളെയും പാടവരമ്പുകളെയും മരങ്ങളെയും എല്ലാം പുണരുന്നതോടൊപ്പം തന്നെ ഞാൻ എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജനൽ ചില്ലുകളിലും ഞാൻ വന്ന് എന്റെ സോഫ്റ്റ് ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്യുന്നുണ്ടെന്നാണ് മഴ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കാണാം. ദ ക്ലൗഡ് ആൻഡ് ദ ഫീൽഡ് ആർ ലവേഴ്സ് ആൻഡ് ദ റെയിൻ ഇസ് എ മെസഞ്ചർ ഓഫ് മേഴ്സി ബിറ്റ്വീൻ ദം. ഇറ്റ് quenches ദ തേഴ്സ്റ്റ് ഓഫ് ദ എർത്ത് ആൻഡ് ദ സെയിം ടൈം റിലീവ്സ് ദ ഹെവിനെസ് ഓഫ് ദ ക്ലൗഡ്. അതാണ് ദാഹം ശമിപ്പിക്കുന്നതിനൊപ്പം തന്നെ എന്ത് പറ്റും? ആ വേദന, വിങ്ങുന്ന ആ ക്ലൗഡിന്റെ വേദനയെ കൂടെ ശമിപ്പിക്കുകയാണ്. തണ്ടർ ബോൾസ് അനൗൺസ് ദ അറൈവൽ ഓഫ് ദ റെയിൻ. റെയിന്റെ വരവറിയിക്കുന്നത് തണ്ടർ ബോൾസ് അല്ലെങ്കിൽ ഇടിമുഴക്കമാണെങ്കിൽ. ആൻഡ് റെയിൻബോ മാർക്സ് ഇറ്റ്സ് ഡിപ്പാർച്ചർ. മഴവിൽ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ റെയിൻ പിൻവാങ്ങി അല്ലെങ്കിൽ റെയിൻ പിൻവാങ്ങി എന്നറിയിക്കുന്നത് മഴവില്ലുകളാണ്. ദ റെയിൻ ആസ് എ ബ്രീഫ് ലൈഫ് സൈക്കിൾ. ഇനി അതിന്റെ ഒരു ജീവിതപാത എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്? ഇവാപറേഷൻ ഓഫ് വാട്ടർ, അതായത് വെള്ളം നീരാവിയായി മുകളിലേക്ക് പോകുന്നു. അവിടെ കണ്ടൻസേഷൻ അല്ലെങ്കിൽ ക്ലൗഡ് ഫോർമേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് റെയിൻഫോൾ. സെയിം ആസ് ദാറ്റ് ഓഫ് എ ഹ്യൂമൻ ലൈഫ്. അതാണ് നമ്മളെ പോലെ തന്നെയാണ് റെയിനും എന്ന് റെയിൻ പറഞ്ഞല്ലോ. ഇനി ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫ് എങ്ങനെയാ? ബർത്ത്, ആദ്യം ജനനം, അത് കഴിഞ്ഞ് മെച്ചുറേഷൻ, ഗ്രോത്ത്, നമ്മുടെ വളർച്ച, പിന്നെ ഡെത്ത്. The rain says that it starts from the sea, rises into the sky with the wind, and when it sees a field in need of it, it comes down and embraces the flowers, plants and trees. അപ്പൊ റെയിൻ എന്താ പറയുന്നത്? ഞാൻ കടലിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മുകളിലേക്ക് നീരാവിയായിട്ട് ചെന്ന് അവിടെ കണ്ടൻസ് ചെയ്ത് എന്തായി തീരും? ഞാൻ ക്ലൗഡായി തീരും. വിൻഡ് എന്നെ കൊണ്ടുപോകും. ഈ ക്ലൗഡിനെ വിൻഡ് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് എന്താ? എന്നെ ആവശ്യമുള്ള ഫീൽഡ് കാണുമ്പോൾ ഞാൻ അവിടെ താഴേക്ക് പതിക്കും. താഴേക്ക് പതിക്കുന്നത് എങ്ങനെയാ? ഞാൻ പൂക്കളെയും ചെടികളെയും മരങ്ങളെയും എല്ലാം ഞാൻ പുണരും എന്നാണ് പറയുന്നത്. When it comes making sounds on windows, only sensitive people can hear it as a welcome songs. ഇനി ഈ ചെടികളെയും പൂക്കളെയും എല്ലാം പുണരുന്നതോടൊപ്പം ഞാൻ വിൻഡോയിലും, അതായത് ജനൽ ചില്ലുകളിലും ഞാൻ ചെറിയ ശബ്ദമുണ്ടാക്കും. പക്ഷെ അത് ആർക്കേ കേൾക്കാൻ പറ്റുള്ളൂ? മനസ്സിന് നല്ല മനസ്സോടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിന് വലിയ കരുത്തൊന്നുമില്ലാത്ത, എല്ലാം ആസ്വദിക്കാൻ, പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യർക്ക് മാത്രമാണ് അത് ഒരു വെൽക്കം സോങ് ആയിട്ട് തോന്നുള്ളൂ. വെൽക്കം സോങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്വാഗതം അരുളുന്ന ഒരു പാട്ടായിട്ട് തോന്നുകയുള്ളൂ നല്ല മനസ്സുള്ള ആളുകൾക്ക്. അപ്പൊ ഇനി ലാസ്റ്റ് പാർട്ടാണ് സോഫ്റ്റ് ഫിംഗേഴ്സ് ആൻഡ് മൈ അനൗൺസ്മെന്റ്. അത് ടച്ച് വിത്ത് സോഫ്റ്റ് ഫിംഗേഴ്സ് എന്നുള്ള നേരത്തെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് മൈ അനൗൺസ്മെന്റ് ഇസ് എ വെൽക്കം സോങ്, ഓൾ ക്യാൻ ഹിയർ ബട്ട് ഓൺലി ദ സെൻസിറ്റീവ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ എന്റെ ഞാൻ ഇങ്ങനെ ജനൽ ചില്ലുകളിൽ വന്ന് അടിക്കുമ്പം അത് ഒരു വെൽക്കം സോങ് ആയിട്ട്, ഒരു സ്വാഗതത്തിന്റെ ഒരു പാട്ടായിട്ട് തോന്നുന്നത് ആർക്കാ? നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ, സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം. എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാവരും അത് ഒരുപോലെ മനസ്സിലാക്കുന്നില്ല. അതങ്ങനെയാണല്ലോ, പ്രകൃതിയെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ പലതരത്തിലാണ്. അപ്പൊ നമ്മളെല്ലാവരും കാണുന്ന ഒരേ തരത്തിലായിരിക്കില്ല, ഒരേ തരത്തിൽ നമ്മൾ ഭംഗി ആസ്വദിക്കുന്നുമില്ല. ചിലരത് ഭംഗി ആസ്വദിക്കും, ചിലർക്ക് അതൊരു ഭംഗിയായിട്ട് തോന്നുകയുമില്ല. അതാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ ഹീറ്റ് ഇൻ ദ എയർ ഗിവ്സ് ബർത്ത് ടു മീ. ഇനി ബട്ട് ഇൻ ടേൺ ഐ കിൽ ഇറ്റ്. ഇനി യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നാണ് മഴ പറയുന്നത്. കാരണം എന്താ? ദ ഹീറ്റ് ഇൻ ദ എയർ. എന്നെ ജനിപ്പിക്കുന്നതാരാ? മഴയെ ജനിപ്പിക്കുന്നതാരാ? കടലിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് പൊങ്ങി പോകണമെങ്കിൽ എന്ത് വേണം? ഹീറ്റ് വേണം, താപം വേണം. ഇനി ആ ഹീറ്റ് കൊണ്ട് ഞാൻ മുകളിലേക്ക് പോയി കാർമേഘമായി കാറ്റിലൂടെ സഞ്ചരിച്ച് ഞാൻ പെയ്യുമ്പം ഞാൻ താഴേക്ക് പതിക്കുമ്പം ആ ഹീറ്റ് കൊണ്ട് തന്നെ വരണ്ടിരിക്കുന്നതായ ഈ ഫീൽഡുകളും വാലീസും എല്ലാം അവിടെ അവരുടെ ഹീറ്റിനെ ശമിപ്പിക്കുകയാണ്. അതായത് ഞാൻ ആ ചൂടിനെ അവിടെ കൊന്നുകളയുകയാണ്. ചൂട് അല്ലെങ്കിൽ താപമാണ് എന്നെ ജനിപ്പിച്ചതെങ്കിൽ ഇൻ ടേൺ, അതായത് ഞാൻ തിരിച്ച് മഴയായി പെയ്യുമ്പോൾ ഈ താപത്തെ തന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യുന്നു. ആസ് എ വുമൺ ഓവർകംസ് മാൻ
ദ സ്ട്രെങ്ത് ദാറ്റ് ഷീ ടേക്സ് ഫ്രം ഹിം. അതായത് പുരുഷനിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് അതേ പുരുഷനെ തന്നെ കീഴ്പ്പെടുത്തുന്ന ഒരു സ്ത്രീയെ പോലെയാണ് ഞാൻ എന്നാ മഴ പറയുന്നത്. കാരണം ഞാൻ ഈ താപത്തിൽ നിന്നാണ് ഞാൻ ജനിക്കുന്നത്, പക്ഷേ തിരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, മഴയായി പെയ്യുമ്പോൾ ഈ താപത്തെ തന്നെ ഞാൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലായ്മ ചെയ്യുന്നു. ഐ എം ദ സൈ ഓഫ് ദ സീ. ഞാൻ കടലിന്റെ ഒരു നെടുവീർപ്പാണ്. ദ ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ്. ഇനി ഫീൽഡുകൾക്കോ പാടശേഖരങ്ങൾക്കോ ഞാനൊരു പൊട്ടിച്ചിരിയാണ്. ദ ടിയേഴ്സ് ഓഫ് ഹെവൻ. ഇനി എന്റെ സ്വർഗത്തിലെ കണ്ണുനീരാണ് ഞാൻ എന്നാണ് നമ്മുടെ മഴ പറയുന്നത്. അപ്പം സ്വർഗത്തിലെ ഞാൻ കണ്ണുനീരാണ്. അത് പാടത്തേക്ക് വരുമ്പം, അല്ലെങ്കിൽ അത് താഴ്വാരങ്ങളിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പതിക്കുമ്പം എന്താവും, അതൊരു ലാഫ്റ്ററാവും, പൊട്ടിച്ചിരിയാവും. പിന്നെ ഞാൻ ഞാൻ കടലിലെ ഒരു നെടുവീർപ്പാണ് ഞാൻ എന്നാണ് മഴ പറയുന്നത്. മൂന്നും മഴയെക്കുറിച്ച് പറയുന്നതാണ്. സോ വിത്ത് ലവ്. ഇനി നമ്മുടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുക. നമ്മളൊരു കത്തൊക്കെ എഴുതി അവസാനിപ്പിക്കില്ലേ, വിത്ത് ലവ് എന്ന് പറഞ്ഞ്. നോക്കിയേ, ഈ കവിതയിലും മഴയുടെ ആത്മകഥ അവസാനിപ്പിക്കുകയാണ്. സൈസ് ഫ്രം ദ ഡീപ് സീ ഓഫ് അഫെക്ഷൻ. ഞാനൊരു നെടുവീർപ്പായിട്ട്, കടലിന്റെ അടിത്തട്ടിൽ ഒരു നെടുവീർപ്പായിട്ട് ഞാൻ വരുന്നു. ലാഫ്റ്റർ ഫ്രം ദ കളർഫുൾ ഫീൽഡ് ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ കളർഫുൾ ഫീൽഡ് ഓഫ് സ്പിരിറ്റ്, ഞാൻ ആത്മാവിന്റെ ചിരിയാണ്. ടിയേഴ്സ് ഫ്രം ദ എൻഡ്ലെസ് ഹെവൻ ഓഫ് മെമ്മറീസ്. എൻഡ്ലെസ് ഹെവൻ, ഒരിക്കലും അവസാനിക്കാത്ത ആ സ്വർഗത്തിന്റെ ഓർമ്മകളുടെ, ഒരിക്കലും അവസാനിക്കാത്ത ഓർമ്മകളുടെ കണ്ണീരാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സോബത്ത് ലവ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്ന ആ 3 ലൈൻസ് നമ്മൾ സാധാരണ എന്താ എഴുതുന്നത്, കത്ത് എഴുതുന്ന ആളുടെ പേരല്ല എഴുതുന്നത്. അതിന് പകരം മഴ 3 തരത്തിൽ മഴയെ ഡിസ്ക്രൈബ് ചെയ്താണ് ഇവിടെ ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദ ഹീറ്റ് ഇൻ ദ എയർ ഗിവ്സ് ബർത്ത് ടു ദ റെയിൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇൻ ടേൺ ഇറ്റ് കിൽസ് ദ ഹീറ്റ്. ഇറ്റ് ഇസ് ലൈക്ക് എ വുമൺ ഡിഫീറ്റ്സ് എ മാൻ വിത്ത് പവർ ഷീ ടേക്സ് ഫ്രം ദ സെയിം മാൻ. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പുരുഷനിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് ഒരു സ്ത്രീ സ്വയം ശാക്തീകരിക്കപ്പെട്ട് അവനെ തന്നെ കീഴ്പ്പെടുത്തുന്നതിന് തുല്യമായ കാര്യം. ദ റെയിൻ എൻഡ്സ് ടെല്ലിംഗ് ഇറ്റ് സ്റ്റോറി വിത്ത് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. ശരിക്കും സ്നേഹത്തോടുകൂടിയാണ് മഴ ഈ കഥ നമ്മളോട് പറയുന്നത്. ആൻഡ് സെയിങ് ഇറ്റ് സൈസ് ഫ്രം ദ ഡീപ് സീ ഓഫ് അഫെക്ഷൻ, ലാഫ്റ്റർ ഫ്രം ദ കളർഫുൾ ഫീൽഡ് ഓഫ് ദ സ്പിരിറ്റ്, ആൻഡ് ടിയേഴ്സ് ഫ്രം ദ എൻഡ്ലെസ് ഹെവൻ ഓഫ് മെമ്മറീസ്. മഴ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് കത്ത് അവിടെ കത്ത് ചുരുക്കുന്നു. വിത്ത് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതില്ലേ, പേരെഴുതുന്നതിന് പകരം 3 തരത്തിൽ മഴയെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. റെയിൻ ഇസ് പേഴ്സോണിഫൈഡ്. ഇനി നമുക്ക് പറയാം, ഇനി സാധാരണ നിങ്ങൾക്ക് അറിയാം, ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വരുന്ന പാരഗ്രാഫുകൾ ഇതിന്റെ അപ്രീസിയേഷൻ ഓഫ് ദ പോയത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതെന്താ, ഇനി ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ മെയിൻ കാര്യങ്ങൾ, അതിന്റെ ആരാണ് എഴുതിയതെന്നും എന്താണ് കവിതയുടെ പേരെന്നും അതിന്റെ തീമും എഴുതും. രണ്ടാമത്തെ പാരഗ്രാഫ് മുഴുവൻ നമ്മൾ എഴുതുന്നതിന്റെ പാരാഫ്രൈസ് ആണ്. അപ്പൊ ഇവിടെ ഈ മെമ്മറീസ് എന്നുള്ള ഇതിലൂടെ നമ്മുടെ പാരാഫ്രൈസ് തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പോയിറ്റിക് ക്രാഫ്റ്റ്, അതായത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പൊ ഇനി പേഴ്സോണിഫിക്കേഷനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്, കാരണം ഈ കവിത മുഴുവൻ പേഴ്സോണിഫിക്കേഷൻ ആണ്. റെയിൻ ഇസ് പേഴ്സോണിഫൈഡ് ത്രൂ ഔട്ട് ദ പോയം. റെയിൻ ഒരു പേഴ്സൺ ആയിട്ട്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന്റെ ക്വാളിറ്റി മനുഷ്യനല്ലാത്ത എന്തോ ഒരു സാധനത്തിന് ഉണ്ടെന്ന് പറയുന്നത്. അതായത് റെയിൻ എന്ന് പറയുന്ന ഒരു വസ്തുവിന് മനുഷ്യന്റെ ക്വാളിറ്റീസ് കൊടുക്കുകയാണ്. അപ്പൊ കാരണം റെയിൻ സംസാരിക്കുകയല്ലേ, മനുഷ്യനല്ലേ സംസാരിക്കുന്നത്, അതിന് പകരം റെയിൻ ആണ് സംസാരിക്കുന്നത്. ഇനി ഡോട്ടർ ഓഫ് ഡോൺ, ഐ ടച്ച് ജെന്റ്ലി. ഡോട്ടർ ഓഫ് ഡോൺ, പ്രഭാതത്തിന്റെ മകൾ. പ്രഭാതത്തിന് മകളൊന്നുമില്ല, മനുഷ്യർക്കല്ലേ മക്കളുള്ളൂ. പക്ഷെ ഡോട്ടർ ഓഫ് ഡോൺ എന്ന് പറഞ്ഞിരിക്കുന്നു. ഐ ടച്ച് ജെന്റ്ലി ഓൺ ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്. സോഫ്റ്റ് ഫിംഗേഴ്സ് ഉള്ളതും അതുപോലെ ജനൽ ചില്ലുകളിൽ തൊടുന്നതുമെല്ലാം മനുഷ്യനാണ്, പക്ഷെ അതെല്ലാം റെയിൻ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. വെൻ ഐ ക്രൈ ഹിൽസ് ലാഫ്. മനുഷ്യരല്ലേ കരയുന്നത്, ഇവിടെ മഴ കരയുന്നതായിട്ടും. വെൻ ഐ സീ എ ഫീൽഡ് ഇൻ നീഡ് ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ്. പുണരുന്നതാരാ, മനുഷ്യരാണ്. ഇവിടെ മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളും ഇവിടെ ഈ മഴ ചെയ്യുന്നതായിട്ട് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മഴയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പേഴ്സോണിഫിക്കേഷൻ. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ ലൈനുകളിലെല്ലാം നിങ്ങൾ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസേഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞതിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ അപ്രീസിയേഷനിലേക്ക് തന്നെ പോവാം. There are many examples of metaphor. ഇനി metaphor ആണ് അടുത്തത് പറയുന്നത്. I am dotted silver threads, I am beautiful pearls, my announcement is a welcome song, I am the sigh of the sea, laughter of the field, tears of heaven. ഇങ്ങനെയെല്ലാം നിങ്ങൾ കണ്ടു. അപ്പൊ ഇവിടെ എല്ലാം ഐ എന്ന് പറയുന്നയാളെ മറ്റെന്തൊക്കെയോ ആയിട്ട് ഉപമിക്കുകയല്ലേ നോക്കിയേ. ഐ എന്ന് പറയുന്നത് റെയിൻ ആണ്. റെയിനെ ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ആയിട്ടും ബ്യൂട്ടിഫുൾ പേൾസ് ആയിട്ടും വെൽക്കം സോങ് ആയിട്ടും സൈ ഓഫ് ദ സീ ആയിട്ടും എല്ലാം നേരിട്ട് ഉപമിക്കുകയാണ്, കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാം, കമ്പാരിസന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടെണ്ണമാണ് മെറ്റഫറും സിമിലിയും. ഇവിടെ സിമിലി ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ, ഇതെല്ലാം നേരിട്ടുള്ള കമ്പാരിസൺ ആണ്. അതുകൊണ്ട് ഇത് മെറ്റഫർ ആണ്. സിമിലി ആണെങ്കിൽ എങ്ങനെ വേണം, ലൈക്കോ ആസോ ഉപയോഗിച്ച് കമ്പയർ ചെയ്താൽ മാത്രമേ സിമിലി ആവുന്നുള്ളൂ. അപ്പം നോക്കി, അടുത്തത് നോക്കിയേ. ഐ ആം ലൈക്ക് എർത്തിലി ലൈഫ്, ഐ ടേൺ ഇൻ ടേൺ ഐ കിൽ ഇറ്റ്, ആസ് വുമൺ ഓവർകംസ് മാൻ. കണ്ടോ, ആസും ലൈക്കും ഉപയോഗിച്ച റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. ആസും ലൈക്കും ഉപയോഗിച്ചുള്ള കമ്പാരിസൺ ആണ് സത്യത്തിൽ ഇവിടെ എന്തായിട്ട് വരുന്നത്, സിമിലി ആയിട്ട് വരുന്നത്. പിന്നെ അലിട്രേഷൻ ഉണ്ട്. അലിട്രേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ആ റെഡ് ലൈൻസിൽ മാർക്ക് ചെയ്തേക്കണം കാണാം. പേൾസ്, പ്ലക്ട്,
മെസ്സഞ്ചർ, മേഴ്സി, ഡോട്ടർ, ഡോൺ, വിൻഡോസ് വിത്ത് ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈ, സി ഇതെല്ലാം അലിട്രേഷൻ ആണ്. വിഷ്വൽ ഇമേജസും ധാരാളം ഈ പദ്യത്തിലുണ്ട്. ഡോട്ടഡ് സിൽവർ ത്രെഡ്സ്, ബ്യൂട്ടിഫുൾ പേൾസ്, റെയിൻബോ, ഫ്ലവേഴ്സ്, ട്രീസ്, ഹിൽസ്, വിൻഡോസ് ഇതെല്ലാം വിഷ്വൽ ഇമേജസ് ആണ്. പിന്നെ ഓഡിറ്ററി ഇമേജസ്, ശബ്ദം കേൾക്കുന്ന ശബ്ദമായിട്ട് നമുക്ക് തോന്നുന്നു. വെൻ ഐ ക്രൈ ഹിൽസ് ലാഫ്, അത് ശബ്ദമായിട്ട് നമുക്ക് തോന്നും. വോയിസ് ഓഫ് തണ്ടർ, ഇടിമുഴക്കത്തിന്റെ ശബ്ദം. സോഫ്റ്റ് ടച്ച് ഓഫ് ദ റെയിൻ അറ്റ് ദ വിൻഡോസ്, ഇതെല്ലാം പലതരം ശബ്ദങ്ങളാണ്. ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് വെച്ച് എനിക്ക് ആക്ടിവിറ്റി 1 ചെയ്യാവുന്നതേ ഉള്ളൂ. കമ്പാരിസൺസ്, ഐ ആം ലൈക്ക് എർത്ത് ലൈഫ്, ഐ ആം ബ്യൂട്ടിഫുൾ പേഴ്സ്, പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ലൈക്ക് എർത്ത്ലി ലൈഫ് എന്ന് പറയുന്നത് ഒരു സിമിലിയാണ്. കാരണം എന്താ, ലൈക്കോ ആസോ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്താൽ അത് സിമിലിയാണ്. സോ ഐ ആം ലൈക്ക് എർത്ത്ലി ലൈഫ് എന്നുള്ളത് സിമിലിയാണ്. ഐ ആം ബ്യൂട്ടിഫുൾ പേൾസ് എന്നുള്ള അടുത്ത ലൈൻ, ഐ ആം ബ്യൂട്ടിഫുൾ പേൾസ്, അവിടെ ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ടുള്ള നേരിട്ടുള്ള കമ്പാരിസൺ ആണ്. അതുകൊണ്ട് തന്നെ അത് മെറ്റഫറാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എഴുതാം. പിക്ക് ഔട്ട് ദ മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻസ് നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു നിർത്തിയതാണ്. എന്തൊക്കെയാണ്? ഐ ആം ബ്യൂട്ടിഫുൾ പേൾസ്, ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ്, ഇതെല്ലാം ഇല്ല. ഡയറക്റ്റ് ഉള്ള കമ്പാരിസൺ വരുന്ന പോയത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തെഴുതിയാൽ ആ മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്, അത് പേഴ്സോണിഫിക്കേഷനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി പേഴ്സോണിഫിക്കേഷൻ ലൈൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതും ആ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ഇതിന് 2 സ്ലൈഡ് മുമ്പുള്ളതിൽ അതുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. ഐ എം ബ്യൂട്ടിഫുൾ പേൾസ് പ്ലക്ട് അതെന്താ? മെസ്സഞ്ചർ, മേഴ്സി, അതെല്ലാം അലിട്രേഷന്റെ എക്സാമ്പിൾസ് ആണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വിഷ്വൽ ഇമേജസ് അത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഓഡിറ്ററി ഇമേജസും ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് റെയിൻ, കോട്ടിംഗ് റെലവന്റ് ലൈൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ പോയം എക്സ്പ്ലനേഷനിൽ നിന്ന് അത് കിട്ടും. അപ്പൊ അതുകൊണ്ട് അതൊന്നും വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല. ഇനിയുള്ളത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് ലൈൻസ് ഇൻ ദ പോയത്ത് അതിന്റെ മീനിങ്സിനോട് മാച്ച് ചെയ്യാനാണ്. ടിയേഴ്സ് ഫ്രം എൻഡ്ലെസ് ഹെവൻ ഓഫ് മെമ്മറീസ്, അത് മാച്ച് ചെയ്യുമ്പോൾ ഹെവൻ ഷെഡ് ടിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് റെയിൻ ഡ്രോപ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗം, അതായത് ടിയേഴ്സ് ഫ്രം ദ എൻഡ്ലെസ് ഹെവൻ ഓഫ് മെമ്മറീസ് എന്നുള്ളതിനെ മാച്ച് ചെയ്യുന്നത് ഹെവൻ ഷെഡ്സ് ടിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് റെയിൻ ഡ്രോപ്സ്, റെയിൻ ഹാസ് ബീൻ എ പാർട്ട് ഓഫ് ദ സ്കൈ ഫോർ സം ടൈം ഇൻ ദ ഫോം ഓഫ് ക്ലൗഡ്സ് ആൻഡ് ഇസ് നൌ ലീവിംഗ് ഇറ്റ്, അതാണ്. ഐ ക്വെൻസ് ദ തേഴ്സ്റ്റ് ഓഫ് വൺ, ഐ ക്യൂർ ദ എയിൽമെന്റ് ഓഫ് അതർ, അത് വരുന്നത് ഇവിടെയാണ്. റെയിൻ സാറ്റിസ്ഫൈ ദ തേഴ്സ്റ്റ് ഓഫ് ദ ഫീൽഡ്സ് ആൻഡ് ക്യൂർസ് ദ സിക്നെസ് ഓഫ് ദ ക്ലൗഡ്സ്. പിന്നെ ഐ ആം ലൈക്ക് എർത്ത്ലി ലൈഫ് വിച്ച് ബിഗിൻസ് അറ്റ് ദ ഫീറ്റ്, അത് ഏറ്റവും മുകളിലേക്ക് പോകണം. എന്താ? ദ റെയിൻ ഇസ് ആസ് ഷോർട്ട് ലിവ്ഡ് ആസ് മാൻസ് ലൈഫ് ഓൺ എർത്ത്, മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതം പോലെ വളരെ കുറച്ചു കാലം മാത്രം ജീവിതമുള്ള ആളാണ് റെയിനും. ബോത്ത് ആർ ബോൺ ഔട്ട് ഓഫ് എലമെന്റ്സ് ഓഫ് നേച്ചർ, രണ്ടും പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബോത്ത് മീറ്റ് ദർ ഡെത്ത്, രണ്ടിനും മരണമുണ്ട്. When I cry the hills laugh, the deafening sound of the thunder echoes on the hills and it sounds like laughter. ഇത് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ടോൺ ഓഫ് ദ പോയം, ദ ടോൺ ആൻഡ് മൂഡ് ഓഫ് ദ പോയം റിഫ്ലക്ട്സ് ദ റെയിൻസ് ലവ് ഫോർ എർത്ത്, അത് ട്രൂ ആണ്. റെയിൻ ഇസ് ഹാവിംഗ് എ ബിഗിനിങ് ആൻഡ് എൻഡ് ലൈക്ക് ലിവിംഗ് തിങ്സ്, അതും ട്രൂ ആണ്. ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ് ദ ഫ്ലവേഴ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ് ദ ഫ്ലവേഴ്സ് മെറ്റഫറിന്റെ എക്സാമ്പിൾ അല്ല, അത് ഫോൾസ് ആണ്. അത് എന്തിന്റെ എക്സാമ്പിൾ? അത് പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് സ്ഥലത്ത് പേഴ്സോണിഫിക്കേഷൻ എന്ന് എഴുതണം. ഇനി നിങ്ങൾക്ക് അപ്രീസിയേഷൻ ഓഫ് ദ പോയം വളരെ എളുപ്പത്തിൽ എഴുതാം, കാരണം അത് ഓൾറെഡി തന്നു കഴിഞ്ഞു. So I think you will try to write the appreciation of the poem. Thank you.